വ്യാപാര ബന്ധത്തിൽ നിർണായകമായ വഴിത്തിരിവുകൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നയതന്ത്ര ലോകം ഇപ്പോൾ കടന്നു പോകുന്നത്. ആഗോള വിപണിയിലെ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള പുതിയ തീരുമാനങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്ന അധിക താരിഫ് പിൻവലിച്ചുകൊണ്ടുള്ള US കസ്റ്റംസ് വിഭാഗത്തിന്റെ ഔദ്യോഗിക വിജ്ഞാപനമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിന്നിരുന്ന 25% പിഴ താരിഫ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വരുന്നതിന് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ആശ്വാസകരമാണ് പകരുന്നതും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി കൈക്കൊണ്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഈ ഇളവുകൾക്കിടയിലും വ്യാപാര ലോകത്ത് പൂർണ്ണമായ ഒരു ആശ്വാസം ഇനിയും കൈവന്നിട്ടില്ല എന്നതാണ് വസ്തുത. താരിഫ് നിരക്കുകൾ 18% പരിമിതപ്പെടുത്തുമെന്ന് നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവുകൾ ഇനിയും പുറത്തിറങ്ങാത്തത് കയറ്റുമതിക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. അമേരിക്കൻ വിപണിയെ ആശ്രയിച്ചു കഴിയുന്ന ഇന്ത്യൻ വ്യവസായികൾക്ക് ഈ താരിഫ് കുറവ് ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത കൈവരിക്കാനും സഹായിക്കും. എങ്കിലും ഈ സന്തോഷത്തിനിടയിൽ അയൽരാജ്യമായ ബംഗ്ലാദേശിന് അമേരിക്ക നൽകിയ അധിക ആനുകൂല്യങ്ങൾ ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ബംഗ്ലാദേശിലെ വസ്ത്രനിർമ്മാണ മേഖലയ്ക്ക് അമേരിക്ക വലിയ തോതിലുള്ള ഇളവുകൾ അനുവദിച്ചിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വസ്ത്ര കയറ്റുമതി രാജ്യങ്ങളിലൊന്നായ ബംഗ്ലാദേശിൽ ലഭിക്കുന്ന ഈ മുൻഗണന ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് മേഖലയെ ദോഷകരമായി ബാധിച്ചേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. കുറഞ്ഞ ഉൽപാദന ചെലവും അമേരിക്ക നൽകുന്ന പുതിയ നികുതി ഇളവുകളും ചേരുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള വസ്ത്രങ്ങൾ അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ വസ്ത്രങ്ങളെക്കാൾ വില കുറഞ്ഞ് ലഭ്യമാകും. ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ലഭിക്കേണ്ട വിഹിതത്തിൽ കുറവുണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇതിനിടയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിനെ ചൊല്ലി രാജ്യത്തിനകത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ് പുകയുന്നത്. അമേരിക്കയിൽ നിന്നുള്ള പയറുവർഗ്ഗങ്ങൾ നികുതിയില്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ധാരണയായെന്ന അമേരിക്കയുടെ അവകാശവാദമാണ് ഈ തർക്കങ്ങൾക്ക് ആധാരം നൽകുന്നത്. ഇന്ത്യൻ വിപണിയിൽ അമേരിക്കൻ പയറുവർഗ്ഗങ്ങൾ നികുതിയില്ലാതെ എത്തുന്നതോടെ ആഭ്യന്തര കർഷകർക്ക് അർഹമായ വില ലഭിക്കില്ലെന്ന ആശങ്ക ശക്തമാണ്. പ്രതിപക്ഷം ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ കർഷകരുടെ താൽപര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒരു കരാറിനും രാജ്യം തയ്യാറാകരുത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. അമേരിക്കൻ വിപണിയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം നാട്ടിലെ ഉൽപാദകരുടെ ജീവിതോപാധി അപകടത്തിലാക്കുന്നുണ്ടോ എന്ന ഗൗരവകരമായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അന്താരാഷ്ട്ര തലത്തിലും ഈ പുതിയ വ്യാപാര നീക്കങ്ങൾ വലിയ ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായ റഷ്യ ഈ സാഹചര്യത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്നത് നയതന്ത്ര ലോകം ഉറ്റുനോക്കിയിരുന്നു. എന്നാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ പുതിയ വ്യാപാരടുപ്പം തങ്ങളുമായുള്ള ബന്ധത്തെ ഒട്ടും ബാധിക്കില്ലെന്നാണ് റഷ്യയുടെ ഔദ്യോഗിക പ്രതികരണം. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണെന്നും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള സ്വയംഭരണാധികാരത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും റഷ്യൻ വക്താക്കൾ വ്യക്തമാക്കി. റഷ്യയുമായുള്ള പ്രതിരോധ ഊർജ്ജ ബന്ധങ്ങളിൽ ഇന്ത്യ മാറ്റം വരുത്തില്ലെന്ന ബോധ്യം റഷ്യയ്ക്കുണ്ട്. അമേരിക്കയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ മറ്റു സുഹൃത്ത് രാജ്യങ്ങളുമായുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായുള്ള ഈ പുതിയ നീക്കുപോക്കുകൾ ഒരേ സമയം സാധ്യതകളും വെല്ലുവിളികളും നിറഞ്ഞതാണ്. താരിഫ് പിൻവലിക്കൽ എന്നത് രാജ്യത്തെ വ്യവസായ മേഖലയ്ക്ക് ഉണർവേകുന്ന ഒന്നാണെങ്കിലും ഇറക്കുമതി നിയന്ത്രണങ്ങളിലെ അയവ് കാർഷിക മേഖലയെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയണം. വികസ്വര രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വ്യാപാര കരാറുകൾ ഒപ്പിടുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആഭ്യന്തര വിപണിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആഗോള വ്യാപാരത്തിൽ മുന്നേറ്റം നടത്തുക എന്ന വലിയ കടമ്പയാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിന് മുന്നിലുള്ളത്. വരും ദിവസങ്ങളിൽ താരിഫ് നിരക്കുകൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുന്നതോടെ ഇന്ത്യൻ കയറ്റുമതി രംഗത്തെ യഥാർത്ഥ ചിത്രം പുറത്തുവരും. ലോക സാമ്പത്തിക ക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഭദ്രമാക്കാൻ ഇത്തരം നയതന്ത്ര നീക്കങ്ങൾ അനിവാര്യമാണെങ്കിലും അതിലൂടെ രാജ്യത്തിന് ലഭിക്കുന്ന ലാഭവും നഷ്ടവും കൃത്യമായി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഇന്ത്യൻ വിപണിയിലെ പയറുവർഗ്ഗങ്ങളുടെ നിലവാരം, കർഷകർക്ക് ലഭിക്കുന്ന കുറഞ്ഞ പിന്തുണ വില, വിദേശത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ കടന്നുകയറ്റം എന്നിവയെല്ലാം കൂട്ടിവായിക്കേണ്ട വിഷയങ്ങളാണ്. സാങ്കേതികമായി അമേരിക്കയുമായുള്ള കരാർ ഇന്ത്യയുടെ ഉൽപാദന മേഖലയ്ക്ക് ഗുണകരമാകുമെങ്കിലും കാർഷിക രാജ്യമായ ഇന്ത്യയിൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഇത് തളർത്തുമോ എന്ന പേടി നിലനിൽക്കുന്നുണ്ട്. ആഗോളതലത്തിൽ ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന അമേരിക്ക ഫസ്റ്റ് നയവും ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ആശയവും തമ്മിലുള്ള ഏറ്റുമുട്ടലായി കൂടി ഈ വ്യാപാര ചർച്ചകളെ കാണാവുന്നതാണ്.
സങ്കീർണമായ ഈ വ്യാപാര അന്തരീക്ഷത്തിൽ രാജ്യത്തിന്റെ ദീർഘകാല താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള നയരൂപീകരണമാണ് ഇനി ആവശ്യം.